ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് ഷട്ടർ റിലീസ് ബട്ടൺ, അഥവാ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ബട്ടൺ, അതും അല്ലെങ്കിൽ ക്ലിക്ക് ബട്ടൺ എന്ന് വിളിക്കുന്ന ആ റൗണ്ടിലുള്ള മുൻവശത്ത് ബോഡിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ റൗണ്ട് ബട്ടൺ. നിങ്ങൾ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്താലും എന്ത് തന്നെ മാറ്റം വരുത്തി കഴിഞ്ഞാലും ഫൈനലി നിങ്ങൾ ഈ ബട്ടൺ പൂർണ്ണമായിട്ട് പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത്രയും നേരം ചെയ്ത സെറ്റിങ്സ് ഒന്നും തന്നെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ നിങ്ങൾ ചെയ്ത എല്ലാ ഫംഗ്ഷൻ സെറ്റിങ്സിൻ്റെയും ഫൈനൽ റിസൾട്ട് കാണിച്ചു തരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ബട്ടനാണ് ഷട്ടർ റിലീസ് ബട്ടൺ. ഈ ഷട്ടർ റിലീസ് ബട്ടന് ശരിക്കും രണ്ട് അവസ്ഥകളാണുള്ളത്. നോർമലി നമ്മൾ കൈ തൊടാത്ത സമയത്ത് അത് ഓഫായി കിടക്കും, പൊങ്ങി നിൽക്കും. അതിനുശേഷം നമ്മൾ കൈ അതിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇടയിൽ വെച്ചിട്ട് താഴോട്ടും പൂർണ്ണമായി താഴ്ന്നു പോകുന്നതിന് മുന്നിൽ ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കൈവിരലിൽ ചെറുതായിട്ടൊരു പ്രഷർ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്ന ആ ഒരു പൊസിഷനും പിന്നെ നമ്മൾ ഒന്നുകൂടെ അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ടുള്ള രണ്ടവസ്ഥകളാണ് ഈ ഷട്ടർ റിലീസ് ബട്ടന് ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ പകുതി പ്രസ് ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ ഹാഫ് പ്രസ് എന്നാണ് പറയുന്നത്. നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണിത്. നമ്മൾ ഷട്ടർ ബട്ടൻ്റെ മുകളിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പൊടിക്ക് ഒന്ന് ചെറുതായിട്ടൊരു ചലനം നമുക്ക് ഫീൽ ചെയ്യും. അതോടുകൂടി അവിടെ നമുക്ക് കയ്യിലൊരു പ്രഷർ ഫീൽ ചെയ്യും. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഒരു കയ്യിലൊരു പ്രഷർ ഫീൽ ചെയ്യും. അവിടെ അതിനെ നമ്മൾ പറയുക ഹാഫ് പ്രസ് എന്നാണ്. മിക്കവാറും ഈ സമയത്തേക്ക് നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് ഒരു ബീപ്പ് സൗണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്യാമറ ഷൂട്ടിങ്ങിന് റെഡിയായി എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണത്. അപ്പോൾ അത് ഹാഫ് പ്രസ് ആണെങ്കിൽ അവിടുന്ന് നമ്മൾ ഒന്നുകൂടി പ്രഷർ ചെയ്തിട്ട് താഴോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ആ ഷട്ടർ റിലീസ് ബട്ടൺ ചെറുതായിട്ടൊന്ന് താഴോട്ട് അമർന്നു പോവുകയും നിങ്ങളുടെ ക്യാമറ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യും. ഇതിനെ നമ്മൾ പറയുന്നത് ക്ലിക്ക് എന്നാണ്. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ ബട്ടൺ പൂർണ്ണമായിട്ടും അമർത്തുക എന്നാണ്. ഹാഫ് പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷട്ടർ ബട്ടൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇടയിലൊരു സ്ഥലത്ത് പ്രഷർ ഫീൽ ചെയ്യും. ആ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുക എന്നുള്ളതാണ്. ഹാഫ് പ്രസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയിലുള്ള ഫോക്കസ്, എക്സ്പോഷർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിൻ്റെ പൊസിഷനിലേക്ക് വന്നല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഹാഫ് പ്രസ് ചെയ്യുന്ന സമയത്താണ്. നോർമലി നമ്മൾ ക്യാമറ എടുത്ത് കണ്ണിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ ഹാഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ക്യാമറയിലുള്ള ഓരോ വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ട്, എക്സ്പോഷർ ആണെങ്കിൽ ഇത് എക്സ്പോഷർ കറക്റ്റ് ആണോ എന്നുള്ളതും ഫോക്കസ് ആണെങ്കിൽ ഷാർപ്പായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഈ ഒരു സമയത്താണ്. ഷട്ടർ ബട്ടൻ്റെ ഹാഫ് പ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഒരു മെനു ഐറ്റംസ് ഏതെങ്കിലും എടുത്ത് സ്ക്രോൾ ചെയ്തു നിങ്ങൾക്ക് ആ മെനുവിൽ നിന്നും എക്സിറ്റ് ആയി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഷൂട്ടിംഗ് സ്ക്രീനിലേക്ക് വരും. അതേപോലെ നിങ്ങൾ പ്ലേ ബാക്ക് ഒരു പിക്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾ ഷൂട്ടിന് റെഡി ആകാൻ വേണ്ടിയിട്ട് ക്യാമറ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു എല്ലാം അല്ലെങ്കിൽ പ്ലേ ബാക്ക് എല്ലാം ഓഫായിട്ട് നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് റെഡി ആയിട്ട് നിങ്ങളുടെ ക്യാമറ തിരിച്ചു വരും. നിങ്ങൾ മെനുവിൽ പോയി ഓരോ എക്സിറ്റ് അടിച്ചിട്ട് വരേണ്ട കാര്യമില്ല, നേരിട്ട് ഡയറക്റ്റ് ജമ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്ക്രീനിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇനി മെനു ഐറ്റംസ് എടുത്ത് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ആ മെനുവിൽ നിന്നും അല്ലെങ്കിൽ പ്ലേ ബാക്കിൽ നിന്ന് ഏതെന്നാലും എക്സിറ്റ് ആവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹാഫ് പ്രസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കയ്യിൽ വളരെ എളുപ്പത്തിൽ ഇത് വരണം. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് പരിശീലനം നേടിയിരിക്കണം. അപ്പോൾ അത് ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് നിങ്ങൾ ഹാഫ് പ്രസ്സും ക്ലിക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക.